ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയൂ. ഇന്നുണ്ട് മത്സരം. എന്നാ മത്സരം ഇല്ലാത്തത്? വാട്ട് ഈസ് ദിസ് മാൻ? ഓക്കെ, ചോദിക്ക്. എന്ത് ചോദിക്കുന്നു? ഞാൻ ചോദിക്കല്ലേ, പറയൂ. നീ പറഞ്ഞോ. ഇന്ന് ഇന്ന് എന്താണ് എന്താണ് പറയൂ. തെലുങ്ക് ഏറ്റവും കൂടുതൽ കിട്ടും. ഓക്കെ ഓക്കെ. ഹെഡ്. ആ, ഹെഡാണ്. എൻ്റെ പൊന്നോ, ടോസ് തന്നെ കിട്ടിയിട്ട് കാലം കുറേ. ഓക്കെ, ഫസ്റ്റ് കിഴി. കത്തിക്ക്. ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓ, ഇത് പിടിച്ചാൽ മതി. ബോളിവുഡ് പിടിച്ചാൽ മതിയായിരുന്നു. ബോളിവുഡ് അല്ല, ഹോളിവുഡ് പിടിച്ചാൽ മതിയായിരുന്നു. എന്താണെങ്കിലും സിനിമ റിലീസിനെത്തുന്നത് മെയ് 16 തീയതി കേട്ടോ. അതും മെയ് 16. അടിപൊളി. മെയ് 16 ഫൈനൽ ഡെസ്റ്റിനേഷൻ. എത്ര സിനിമ മെയ് 16? ഫൈനൽ ഡെസ്റ്റിനേഷൻ 6 അല്ലേ ഇത്? 6 അല്ലേ? 6 അല്ലേ? 6 ആണെന്ന് തോന്നുന്നു. 5 അല്ലേ വന്നത്? ആണ് 5. അതെ, 6 തന്നെ. ഓക്കെ, ചിലപ്പോൾ 7 ആവാം, അറിഞ്ഞൂടാ. ചെറിയ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ബുദ്ധി വളർച്ച അത്രേ ഉള്ളൂ. 5 ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. നിങ്ങളൊക്കെ ചിലപ്പോൾ 6, 7 എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ 5 എത്തിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇത് 6 അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നോണ്ടല്ലേ ഈ മണ്ടത്തരക്കൂടെ വിളിച്ചു പറയേണ്ടത്? ഡെസ്റ്റിനേഷൻ കുറേ ഉണ്ടല്ലോ. ഉണ്ട്. അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 16 തീയതി വരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അല്ല, ഇത് അറിയണം. നമുക്ക് അറിയാത്തതും നമ്മളിതിന് സ്ക്രിപ്റ്റ് അല്ലാന്നും നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് സത്യം. എല്ലാം പഠിച്ച് എല്ലാം നോക്കിയിട്ടല്ല എന്നുള്ളതും നമ്മുടെ മനസ്സിലാവണം. ഓക്കെ, അടുത്ത ശരിയുടെ കൂട്ടാ. ഹൃതിക് റോഷൻ മൈത്രി മൂവി മേക്കേഴ്സ് മൂവി. ഈ സിനിമയുടെ കാര്യം ഭയങ്കര കഷ്ടമാട്ടോ. അതായത് ഈ സിനിമയിൽ നമ്മുടെ ഹൃതിക് റോഷൻ അഭിനയിക്കണമെങ്കിലേ ആൾക്ക് 300 കോടി വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. റൂമറാണ്. 300 കോടി ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. 300 ഒക്കെ കുറച്ച് കൂടുതലല്ലേ? ഇത്തിരി കൂടുതലല്ല. അതാരാ 300 കോടി വാങ്ങുന്നവര്? പ്രഭാസ് എത്ര 200 ഒക്കെ അല്ലേ വാങ്ങുന്നത്? അല്ലു അർജുൻ വാങ്ങുന്നില്ല അത്ര. അല്ലു അർജുൻ അടുത്തേലും വാങ്ങിക്കോളും. ഹൃതിക് റോഷൻ വാങ്ങുന്നുണ്ടോ? ഹൃതിക് റോഷൻ 10, 100, 150 ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഷാറുഖ് ഖാൻ വാങ്ങുന്നുണ്ടോ? ഷാറുഖ് ഖാൻ വാങ്ങുന്നില്ല. 300 ആരും വാങ്ങും. 300-ലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ വളർന്നോണ്ടിരിക്കുകയാണല്ലോ. ചിലപ്പോ ഇനിയും മേടിച്ചേക്കാം. ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തുടങ്ങും. അപ്പൊ പിന്നെ ഒരു അളക്കുവേ. അതാ പറഞ്ഞത്. ഹൃതിക് റോഷൻ എത്ര വാങ്ങുന്നുണ്ടെങ്കിൽ ഷാറുഖ് ഖാനോ ആമിർ ഖാനൊക്കെ എത്ര വാങ്ങും? ഷാറുഖ് ഖാൻ വാങ്ങണം, ആമിർ ഖാൻ വാങ്ങണം, പ്രഭാസ് വാങ്ങണം, സൽമാൻ ഖാനൊക്കെ പിന്നെ സൽമാൻ ഖാൻ വാങ്ങും. സൽമാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ കോപ്പിറൈറ്റ് പേടിയാണ്. അടുത്തത് കിങ്ഡം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഡബിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെയ് 30-നാണ് സിനിമ റിലീസിനെത്തുന്നത്. അപ്പൊ ഒരു തെലുങ്ക് അടിച്ചുല്ലേ? ഉറപ്പല്ലടാ കുട്ട. വിജയ് ദേവാരകൊണ്ട. നല്ലൊരു സിനിമ പുറത്തു വരട്ടെ, നല്ലൊരു ഹിറ്റ് ആവട്ടെ. യെസ്. അടുത്ത കിഴി ടോക്സിക് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ടോക്സിക് സിനിമ മാർക്കോ, അനിമൽ ഈ സിനിമകളില്ലേ അതിൻ്റെ അപ്പനായിട്ട് വരുന്നതാണ് പറഞ്ഞത്. അതായത് വയലൻസിൽ ഇത് ഞെട്ടിക്കുന്നൊരു ന്യൂസായിരുന്നു. അതായത് റൂമറൊന്നല്ല, ഇത് സത്യമല്ലാത്തൊരു ഫേക്ക് ന്യൂസാണ് എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും. സത്യമായിട്ടും. കാരണം അങ്ങനത്തെ ഒരു വയലൻസ് നമ്മൾ ആ സിനിമയിൽ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞിരിക്കുന്നത് അൾട്രാ റൂത്ത്ലെസ് ഗാങ്സ്റ്റർ എന്നൊക്കെയാണ്. അതൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിലൊന്നും തെറ്റില്ലെങ്കിൽ പിന്നെ മറ്റേലും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. ടോക്സിക് എന്നൊക്കെയാണ് പേര്. അതാ പറഞ്ഞ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ്. എന്നാലും അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഗീതു മോഹൻദാസ് അങ്ങനത്തെ ഒരു ഐറ്റത്തിലേക്ക് പോവോ? അതായത് ആള് ഭയങ്കര നാറിയാണ് എന്ന് കാണിച്ചാലും പക്ഷെ ഇതിങ്ങനെ വയലൻസ് ഇങ്ങനെ ഇതുപോലെ തന്നെ കാണിക്കണം നിർബന്ധമല്ലോ. അതൊരു സത്യം. അത്ര ക്രൂവലായിട്ടുള്ള സാധനമൊക്കെ അറിയത്തില്ല കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ ന്യൂസ് ഒന്നും അറിഞ്ഞൂടാ. നോക്കാം, ഓരോരുത്തരുടെ മെന്റാലിറ്റി എന്താ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ പക്കാ റൂമറായിരിക്കും. അടുത്തത് പാരഡൈസ് തൂക്കിയിട്ടുണ്ട്. നാനി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഈ സിനിമ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ വ്യത്യസ്തമായ ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളത്. അതായത് ഒരു പാത്ത് ഓഫ് ബ്രേക്കിംഗ് മൂവി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സ്ഥിരം കണ്ടുവരുന്ന ഒരു വഴിയിൽ നിന്ന് വേറിട്ട വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സിനിമ. അത് ടീസറിലും കണ്ടാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒറ്റ പേര് അങ്ങനത്തെ ഒരു നായകന്റെ ക്യാരക്ടറിന് ആ പേര് വന്നപ്പോഴേ നമുക്ക് ചിന്തിക്കാം. ഇതുവരെ അങ്ങനത്തെ ഒരു പേരിൽ ഒരു നായകൻ വന്നിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അവിടുന്ന് ഇനി വരൂല്ല. അതുപോലെ തന്നെ റോ ആൻഡ് റസ്റ്റിക് ക്യാരക്ടർ ആണെന്നാണ് പറയുന്നത്. അതൊക്കെ കാണുമ്പോ തന്നെ അറിയാനുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സംഭവം പൊളി. ആ ഒരു ക്യാരക്ടറിന്റെ ലുക്ക് തന്നെ
അത്രക്ക് കാത്തിരിക്കുന്നു പാരഡൈസിന്. സത്യം. അടുത്ത കിഴി MMMN. ആ ഇന്ന് ചെറുതായിട്ട് തോല് മണക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പം നീ 2 അടിച്ചൂലേ? 2. MMN സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഇതിൽ ജോയിൻ ചെയ്യാൻ പോവാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം. ഈ മാസം അവസാനത്തോടെ ഇതിൽ ജോയിൻ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, ജോയിൻ ചെയ്യട്ടെ അല്ലേ. നമുക്ക് തിരിച്ചു വരണം അതിന്. ആദ്യം ചെന്നൈയിൽ നിന്ന് ജോയിൻ ചെയ്യണം. അടുത്തത് ഓക്കെ, വാർ 2. ആശ്വാസം. സിനിമയിൽ 10 to 20 minutes ഷട്ട്ലെസ് സീൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് NTRന്റെ. ആളുടെ ഇൻട്രോഡക്ഷൻ സീനിലും ആള് ഷർട്ട് ഊരിയിട്ടാണ് എന്തൊക്കെ ചെയ്യുന്നതാണ്. ചിരിക്കാൻ വയ്യാതിരിക്കുമ്പോൾ വൃത്തികെട്ടവരാണേ. യുദ്ധത്തിന്റെ കാര്യമാണല്ലോ ഉദ്ദേശിച്ചത്. എല്ലാ ഓരോ യുദ്ധങ്ങളല്ലേ, എന്തെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു ഷർട്ട് വലിച്ചു എല്ലാം ഓരോ യുദ്ധങ്ങളല്ലേ. പുരുഷന് യുദ്ധം ഇല്ലേ പുതിയത്? ഓക്കെ, എന്തായാലും കൊള്ളാം. സന്തോഷം നൽകുന്ന കാര്യമാണ്. ആർക്ക്? അല്ല, NTR ഫാൻസിന്. ഹൃതിക് റോഷന്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോ കുറച്ചൊക്കെ ബോഡി കാണിച്ചില്ലെങ്കിലേ പിടിച്ചേക്കാൻ പറ്റൂല. അല്ല ഒരു ചോദ്യം ഉണ്ട്. ഹൃതിക് റോഷന്റെ ബോഡി ഭയങ്കര അടിപൊളിയാണ്, സ്ലിമ്മാണ്, ഭയങ്കര ആള് ശരിക്ക് മസിൽസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ വയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴേ ഒരു കൂടുതലും ബോർ ഫീൽ ചെയ്യാറുണ്ട്. സിക്സ് പാക്കിന്റെ അവിടെ കുറച്ച് മെലിഞ്ഞിട്ടാണ്, ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണ് ഒട്ടും. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോ ബോഡിയുടെ കാര്യത്തിൽ NTR സ്കോർ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഇല്ലല്ലേ? പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോഴേ ആ ഒരു ഫിസിക്കാണ് ശരിക്ക് മൊത്തത്തില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിസിക്ക്. മറ്റുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു വർക്കൗട്ട് ചെയ്യുന്ന അത്യാവശ്യം പേർക്കൊക്കെ ഉണ്ടാവുന്ന അതേ ബോഡി ഷേപ്പാണ്. മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെവി, അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പെടാപ്പാട് പെടണം. അതെ. ഓക്കെ, അടുത്ത കിഴി പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ മൂവി. സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബറിലേക്കാണ്. ഓക്കെ, അത് കൊള്ളാം. അപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഓരോ സിനിമയുടെയും വരവോടെ നമ്മുടെ ലിസ്റ്റ് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒക്ടോബറിൽ ഒരുപാട് വലിയ സിനിമകളുണ്ട്, ഒരുപാടുണ്ട്. അതെ, ഇപ്പൊ ഇത് വലിയൊരു സിനിമയായി അല്ലേ. അടുത്തത് ലോകേഷ് കനകരാജ് പ്രഭാസ് മൂവി. ഓക്കെ, ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു സിനിമ ഒന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ട് 3 അതായത് പ്രൊഡക്ഷൻ ടീമാണ് ബ്ലാങ്ക് ചെക്കുമായിട്ട് പുറകെ നടക്കുന്നതെന്നാണ് കേൾക്കുന്നത്. എന്റെ കൂടെ ചെയ്യൂ പ്ലീസ്, എന്റെ കൂടെ ചെയ്യൂ. ലോകേഷും പ്രഭാസും കൂടി വന്നാൽ എന്തായിരിക്കും കത്തും. അതൊക്കെ നടക്കണം കേട്ടോ ശരിക്കും. സിനിമ ഗംഭീരമാണ്. അല്ലേ, വിക്രം ചെയ്തു, ഇനി കൂലി ചെയ്യാൻ പോകുന്നു, ആമിർ ഖാൻ വരെ അതിലുണ്ട്. അതെ, ആ സിനിമ ഞാൻ ഭയങ്കര എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ. ഇത് മറ്റേ ഇരുമ്പ് കൈ മായാവി സൂര്യ എന്തായാലും അത് ചെയ്യുന്നില്ല എന്നുള്ളതിലെത്തിയല്ലോ, പറഞ്ഞു കേൾക്കുന്നു. ആ സാധനം പ്രഭാസിനെ വെച്ച് ചെയ്യണം. എന്തായിരിക്കും മോനെ അതിന്റെ വലിപ്പം എന്ന് ആലോചിച്ചു. അതും പ്രഭാസിന്റെ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ചെയ്താണല്ലോ കത്തു നിന്നിട്ട്. പക്ഷെ കൽക്കിക്ക് താഴെ പറയുള്ളൂ ഞാൻ എന്തോ. പിന്നെ കണ്ടന്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വെച്ചിട്ട് നമ്മള് കൽക്കിയായിരിക്കും നമുക്ക് കാത്തിരിക്കുന്ന 2ാം ഭാഗം, അതായത് കൽക്കി 2 ആണ്. അത് അതിന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഇല്ല കേട്ടോ. അത് ഇട്ടേക്ക്, അതിന് ശേഷം അങ്ങോട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ട് കൽക്കി 2 എന്തായിരിക്കും പ്രഭാസ് കാരണമായിട്ടോന്നുള്ളൊരു അഴിഞ്ഞാട്ടം. ഇതിപ്പോ ചിന്തിച്ചിട്ട് ഇതിപ്പോ ഭയങ്കര സാധനം തോന്നുന്നു. അതായത് പ്രഭാസും ലോകേഷും കൂടി ഇരുമ്പ് കൈ മായാവി. അതപ്പോ ഞാൻ പറഞ്ഞതേ, ഇതൊക്കെ ഇനി നടക്കാനുള്ളൂ. ലോകേഷ് ഇപ്പൊ കൂലി ചെയ്യുന്നു, രജനീകാന്ത്, ആമിർ ഖാൻ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വലുത് ഇനി പ്രഭാസിനെയും അല്ലെങ്കിൽ യഷിനെയും ആമിർ ഖാനെയും ഷാറുഖ് ഖാനെയും ഇവരൊക്കെ വെച്ച് ചെയ്യാന്നുള്ളതല്ലാതെ അതൊരു സത്യം. ഇനി എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇരുമ്പ് കൈ മായാവി ആയാലും ആര് ചെയ്താലും വരട്ടെ, വരണം, ഗംഭീരമാവട്ടെ. പറഞ്ഞു വെച്ചതേ ഉള്ളൂ. കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ഉപേന്ദ്ര ഉപ്പി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തനിക്ക് ഇതിൽ ആമിർ ഖാൻ്റെ കൂടെയും നാഗാർജുനൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടെന്നാണ്. നല്ല ആളാ.
ഇതിപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഗംഭീരമായിരിക്കുന്നു. എന്തൊരു വർത്താനാലേ പറഞ്ഞത്. ശരിക്ക് ആമിർ ഖാൻ ഉണ്ട് എന്നുള്ളത് റൂമറായിട്ട് പുറത്തുണ്ടെങ്കിലും അവർ ഒഫീഷ്യലായിട്ട് അങ്ങ് കൺഫേം ചെയ്തിട്ടില്ലല്ലോ ഇത്. അതെ, ഉണ്ട് എന്നുള്ളത് 90% എല്ലാവർക്കും അറിയാമെന്നുള്ളൂ. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അതിൽ അഭിനയിച്ച ഒരാൾ പറയല്ലേ ഇന്റർവ്യൂവിൽ എന്താണ് അങ്ങനെ ചെയ്തതെന്നുള്ള. അല്ല, അവരുടെ ബർത്ത്ഡേ, ആമിർ ഖാന്റെ ബർത്ത്ഡേക്ക് ഇവര് പോസ്റ്റ് ഇട്ടില്ലായിരുന്നു. ഇല്ല, ബർത്ത്ഡേ വിഷസ് അറിയിച്ച് പോസ്റ്റ് കിട്ടും, അല്ലാതെ സെപ്പറേറ്റ് പോസ്റ്റ് വന്നിട്ടില്ല. കൂലിയുടെ ഭാഗത്ത് വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും അതവർ അങ്ങനെ തന്നെ വെക്കാൻ തീരുമാനിച്ചു തന്നെ നിൽക്കുന്നതാണ്. അതെന്തായാലും പുറത്തായല്ലോ, ഇനിയിപ്പോ നോക്കിട്ട് കാര്യമല്ലോ. ഇനി അടുത്ത പോസ്റ്റർ വെക്കാൻ നോക്ക്. ഇനി അത് നോക്കി വെക്കണ്ട, ഇനി അത് പാത്ത് വെച്ചിട്ട് എന്ത് കാര്യം. അതെ. പിന്നെ വേറെ കാര്യം ആള് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏകലവനാണെങ്കിലേ രജനീകാന്ത് സാറ് ദ്രോണാചാര്യരാണെന്ന് പറഞ്ഞു. അത് അഭിനയത്തിന്റെ പുറത്തുള്ള കാര്യമാണോ അതോ സിനിമയിലെ കാര്യമാണോ? അതെന്താണോ അത് മിക്കവാറും സിനിമയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, അതിപ്പോ എങ്ങനെ പറയാ, അതായത് സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ കാര്യത്തിലാണോ സ്റ്റാർഡത്തിന്റെ കാര്യത്തിലാണോ? അതായത് പുറത്താണെങ്കിലും ഇങ്ങനെ കണക്കൂട്ടാം. അതായത് തന്റെ ഗുരുവായിട്ട് ഞാൻ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്, അങ്ങനെ തന്നെ ആയിരിക്കും ആൾ ഉദ്ദേശിക്കുന്നത്. അത് ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് കൂടെ നിർത്തി അല്ലെങ്കിൽ ആളെ കണ്ടു പഠിച്ച ഒരാളുടെ കഴിവ് കണ്ട് ഇതങ്ങ് ചോദിച്ചോന്നാവോ? തള്ളവരില് പറയാൻ പറ്റൂല. ഓ, ഇതിപ്പോ കഴിഞ്ഞിട്ടേ ഏകലവ്യൻ ലൈക്ക് അടിക്കുന്നുണ്ട്, പക്ഷെ തമ്പില്ലാതെ ഇങ്ങനെ. സൂപ്പറാണ്. അടുത്തത് അജിത് കുമാർ ആൻഡ് വെങ്കി അറ്റ്ലൂരി മൂവി. സിനിമയുടെ ഒരു സ്റ്റോറി അജിത്തിനോട് ആള് പറഞ്ഞിട്ടുണ്ടെന്നാട്ടോ കേൾക്കുന്നത്. അനൗൺസ്മെന്റ് ഒക്കെ വരട്ടെ. എന്തായാലും അജിത്തുമായിട്ടും ഒരു സിനിമ സംഭവിക്കും. എന്തായാലും ഇപ്പോൾ ആള് പ്ലാൻ ചെയ്യുന്ന സിനിമ സൂര്യ 46 ആണ്. സൂര്യയെ വെച്ച് മമിത ബൈജുവിനെ നായികയായിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനടി ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. അടുത്ത കിഴി OG, പാവൻ കല്യാൺ നായകനാവുന്ന OG സിനിമയുടെ ഫസ്റ്റ് സിംഗിളിനെ കുറിച്ചാണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ സിംബു ആയിരിക്കും. തമൻ മ്യൂസിക്. ഒരു സ്റ്റില്ലും ഉണ്ട്, 3 പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. അടുത്തത് OG ഒരു സംഭവം ആയിക്കോട്ടോ. ഒന്ന് പിടിച്ചൂടെ OG വെച്ചിട്ട്? റെട്രോ. ഇതിപ്പോ ആകെ നിരാശയാക്കിയടോ. ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. അതായത് പേട്ടയോ മഹാനോ പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോരുന്ന ആള് പറഞ്ഞിരിക്കുന്നു. പ്രശ്നമല്ല, വേറെ പരിപാടി പിടിക്കാം. വേറെ ഏതാ പിടിക്കാം? ഞങ്ങൾ ഡബിൾ മറ്റേ ട്രിപ്പിൾ എക്സൽ മറ്റേ ഇത് പിടിച്ചോളാം. ജിഗർദാണ്ട ഡബിൾ എക്സൽ അത് പിടിച്ചോളാം. ആ ഐറ്റം കിട്ടോ? ഇല്ലല്ലേ, ഇതൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, നിരാശപ്പെടും. പിന്നെ മാത്രമല്ല, അത് ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. ഇത് മിക്കവാറും ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും വേണമെങ്കിൽ ഡീകോഡ് ചെയ്യാം. ഇത്രേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഗ്യാങ്സ്റ്റർ, ഒരു പ്രണയം, ആ ഗ്യാങ്സ്റ്ററിന്റെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ആള് പ്രണയം മറ്റേ കുടുംബവുമായിട്ട് ജീവിച്ചു പോകുന്നു, നായിക മരിക്കുന്നു, വീണ്ടും ആള് ഗ്യാങ്സ്റ്റർ ആവുന്നു, ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ഒന്ന് ഡീപ്പായിട്ടുള്ള ലവ് സ്റ്റോറി തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ആളുടെ ലുക്കും, ആളുടെ ഇത് കുറെ സിംഗിൾസ് ഒന്നുണ്ടോ, അതൊക്കെ എന്തൊക്കെ പരിപാടികൾ കുറെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഏത് രീതിയിലാണ് ഉപയോഗിക്കണേന്ന് അറിഞ്ഞൂടല്ലോ. എനിക്ക് ഇതിന്റെ ഈ സിംഗിൾസും ഇവര് പറയുന്ന ഇത് തോട്ടും ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാകുന്നറിയോ, കങ്കുയിൽ പറ്റിയതിൽ പറ്റരുത് എന്ന് പ്രത്യേക നിർദ്ദേശം ആർക്ക് കൊടുത്തിട്ടുണ്ട്? കാർത്തിക് സുബരാജിന് സൂര്യ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈപ്പ് വേണ്ട, താത്തി വെച്ചെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ സിനിമ ചെയ്യുന്നത്? പക്ഷെ വേറെ കാര്യം ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതല്ലാതെ വലിയൊരു പരിപാടി ഇനി വരാനുണ്ട്. അടുത്തത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും. അത് വലിയ ക്യാൻവാസിൽ വരുന്നത്, അത് വലിയ സംഭവമാണെന്നുള്ളതാണ് കാർത്തിക് സുബരാജ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വെയിറ്റ് ചെയ്താൽ മതിയോ, അതോ ഇത് പ്രതീക്ഷ അല്ലേ എന്നൊക്കെ വെറുതെ തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അത് ഇയാള് തന്നെ വന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അതായത് ആള് പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, ആള് വലിയ സംഭവമായിട്ട് നിങ്ങൾ പോയി കാണാൻ നിൽക്കരുത് എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പടം മോശമായിരിക്കും എന്നല്ല കേട്ടോ. അതുകൊണ്ട് പടം ഇത് ആക്ഷൻ തന്നെ ഫുള്ളായിട്ട് കുത്തി നിറച്ച് കാണുന്ന ഒരു നിർബന്ധമല്ല. നല്ല ക്ലാസ് സിനിമയാണെങ്കിലും നമ്മൾ ഹാപ്പിയാ. എന്താണെങ്കിലും വരട്ടെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഈ കിഴി എപ്പിസോഡും എപ്പിസോഡും എന്നല്ല, ഈ കിഴി എപ്പിസോഡ് അങ്ങനെ പറയണം. വിജയിച്ചിരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കിഴി അവസാനിപ്പിക്കുകയാണ്. ബൈ.